എന്റെ മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. മോതായിരിക്കെ എല്ലാം നടക്കും, ഗൗരി പറഞ്ഞു. കാർത്തി അത് കേട്ടൊന്ന് മൂളിക്കൊണ്ട് സന്ദീപിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഗൗരി ലക്ഷ്മിനെ ഓർത്ത് ദേഷ്യത്തിൽ പല്ലിയരിച്ചു. എണ്ണെന്നിരുന്ന് ആലോചിക്കുന്നേ. അകത്തേക്ക് കയറി ഗൗരി റൂമിൽ ആലോചനയോടെ ഇരിക്കുന്ന ശങ്കറിനെ കണ്ട് അടുത്തേച്ചെന്ന് ചോദിച്ചു. ഈ വിവാഹം മാത്രം നടന്നാ പോരാ, അതിനല്ല ഇത്രയും നാൾ കഷ്ടപ്പെട്ടെന്ന് നീ മറന്നുപോയോ? അവന്റെ ആഗ്രഹമായിരുന്നില്ലേ നമ്മൾ സാധിച്ചു കൊടുക്കാൻ അന്നേ മുൻകൈ എടുത്ത്? അവന്റെ ഉള്ളിൽ അവളെ സ്വന്താക്കണമെന്ന് ആഗ്രഹം കൊടുത്ത് എന്തിനു വേണ്ടിയാണെന്ന് നീ മറന്നുപോയോ? നമ്മൾ ആഗ്രഹിക്കുന്ന സ്വത്ത് സ്വന്താക്കാൻ കൂടി വേണ്ടി. അതിന് അവളോട് സമ്മതിക്കണ്ടേ? അവളെ കാർത്തി വിവാഹം ചെയ്ത അവളുടെ പേരുള്ള സ്വത്ത് എങ്ങനെ വാങ്ങണമെന്ന് അവനറിയാം. പിന്നെ ഏത് സ്വത്തിന്റെ കാര്യമായിട്ട് എന്റെ മനസ്സില് ഉള്ളതെല്ലാം അവൾക്കെല്ലാം എഴുതി കൊടുത്ത്. അത് നമ്മുടെ വെറും തെറ്റിദ്ധാരണയായിരുന്നു. നമ്മളെ പറ്റിച്ച നിന്റെ ചേട്ടനും അവരും കൂടി. അവളുടെ പേരിൽ എഴുതാത്ത സ്വത്ത് ഇനിയുമുണ്ട്. ഇന്ന് ഞാൻ നമ്മുടെ രാജാവിനെ കണ്ടിരുന്നു, ആധാർ എഴുത്ത് ഓഫീസിൽ വെച്ച്. അവിടെ വെച്ച് അവൻ എന്നോട് ചോദിച്ചതാ. 1 മാസം മുമ്പ് ഗിരി അവിടെ ചെന്നിരുന്നു അത്രേ, സ്വത്ത് മാറ്റി എഴുതാൻ. അവന്റെ പേരിലേക്കെന്നാ പറഞ്ഞ്. അതൊക്കെ എപ്പോ സംഭവിച്ചു? അപ്പൊ നമ്മളറിയാതെ പലതും അവർ ചെയ്യുന്നുണ്ടല്ലേ? അതിപ്പോ തന്നെ ചോദിക്കണേട്ടാ. വരട്ടെ, സമയമായിട്ടില്ല. ഞാൻ ചിലത് കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഈ വിവാഹം നടത്തുന്നതിന് മുമ്പ് സ്വത്ത് നമ്മുടെ കയ്യിലെത്തിയിരിക്കണം. അതുകൂടി കാർത്തിയുടെ പേരിലായിട്ട് വേണം രണ്ടിനെ ഇവിടുന്ന് പടിയിറക്കാൻ. ഗൗരി പറഞ്ഞതും ശങ്കർ അവളെ രൂക്ഷമായി നോക്കി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടല്ല അവന്റെ പേരിലേക്ക് ആക്കാനല്ല. അവന്റെ ആഗ്രഹം അവള് മാത്ര സ്വത്ത് സ്വന്താക്കുക എന്ന് എന്റെ ലക്ഷ്യ. ആഭാസം കാണിച്ചടക്കുന്ന അവന്റെ കയ്യിൽ ഇതെല്ലാം കൂടി കിട്ടിയ എല്ലാം അവൻ ഒറ്റയടിക്ക് തീർക്കും. അതിനല്ല ഞാൻ കൂടി ഇതിനിറങ്ങിയത്. അവന്റെ ആഗ്രഹം കഴിഞ്ഞ് അവളെ ഉപേക്ഷിച്ച് അവൻ മറ്റൊരു ജീവിതം എന്നേക്കുമായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമേ അവന്റെ പേരിൽ എന്തെങ്കിലും ഞാൻ കൊടുക്കൂ. അതുവരെ എല്ലാം നമ്മുടെ കയ്യിലായിരിക്കും. അവൻ നമ്മുടെ മോനല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ നമ്മുടെ മോനായതുകൊണ്ട് അവന്റെ സ്വഭാവം ആരെക്കാൾ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്ത്. അതിലിനി ആരും അഭിപ്രായം പറയണ്ട. വേണ്ട ഡോക്യുമെന്റ്സ് റെഡിയാക്കാൻ ഞാൻ ആളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അത് കിട്ടിയാലുടനെ അവരുടെ സൈൻ വാങ്ങണം. കല്യാണം കൂടി നടന്നു കഴിഞ്ഞാൽ ബാക്കി ചിന്തിക്കാം. ശങ്കർ പറഞ്ഞതും ഗൗരി അതിന് തെളിച്ചമില്ലാതെന്നും മൂളി. വീണ്ടും അയാൾ ആലോചനയിലേക്ക് പോയതും ഗൗരി അത് കണ്ട് അവരുടെ ജോലി നോക്കി അവിടെ നിന്നുപോയി. അമ്മയുടെ കൂടെ ഇവിടേക്ക് തിരിച്ചു വന്നിട്ട് 2 ദിവസമായി. ഇതുവരെ അമ്മയ്ക്ക് ഒരു വഴിയും കിട്ടിയില്ലേ? എന്നെ അവിടുന്ന് കൂട്ടിയപ്പോൾ എന്തൊക്കെ വെല്ലുവിളിയായിരുന്നു അവരോട്. ഇപ്പൊ ഒന്നുമില്ല. എന്നെ കൂടി അവിടുന്ന് ഇറക്കിയപ്പോൾ അമ്മയ്ക്ക് സമാധാനമായില്ലേ? പ്രിയ സങ്കടത്തോടെ സുമതിയോട് ദേഷ്യപ്പെട്ടു. അത് കേട്ടതും സുമതി ഒന്നും പറയാനാവാതെ നിന്നു. നീ ഒന്ന് സമാധാനപ്പെടു പ്രിയേ, നിനക്ക് ഇതുവരെ ഒന്നിനും ആയില്ലല്ലോ. അവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിലും ഭേദം ഇവിടെ തന്നെയാ. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോന്ന്. അല്ലെങ്കിൽ പിന്നെ അവിടെ വീട്ടുകാരെ തേടി പിടിച്ച് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറയാം. അത് വേണ്ട, അവിടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാ. അതുകൊണ്ടാ നന്ദു അവിടെയുള്ള ഒരാളെ അവിടെ തന്നെ നിർത്തിയത്. അമ്മ അവളുടെ ജീവന് ആപത്ത് വരുന്നതും ചെയ്യണ്ട. ആർക്കൊരു കോട്ടമില്ലാതെ നന്ദുവിനേക്ക് കിട്ടാനൊരു വഴി പറഞ്ഞ. ഓ കൊള്ളാം എടി മോളെ. ആ ലച്ചു അവളിപ്പം നിന്റെ ശത്രുവാ. നിന്റെ സ്ഥാനം കൈയടക്കി അവള് ഹോസ്പിറ്റലിൽ അവനൊപ്പം നിൽക്കുന്നത്. സത്യത്തിൽ അവിടെ ഉണ്ടാവേണ്ടത് നീയല്ലേ? അവളും കൂടി ചേർന്ന് നിന്നെ പറ്റിക്കുക. അതൊക്കെ വിശ്വസിക്കാൻ നീ ഒരു മണ്ടിയും. അതുകൊണ്ട് അവൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അമ്മ വെറുതെ എടുത്തിയാണ്ട. അവൻ സ്നേഹിക്കുന്നവരെ നോവിച്ചാൽ അവൻ വെറുതെ ഇരിക്കില്ല. അന്ന് ആദ്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ അമ്മ കേട്ടല്ലേ. എന്നെ വെറുക്കാനൊരു കാരണം അത് തന്നെയല്ലേ? അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ പറയും, ഞാൻ തിരിച്ചു പോക്കോളാം. അവിടെയാണെങ്കിൽ എന്തൊക്കെയാണ് നടക്കുന്നതെങ്കിലും അറിയാൻ പറ്റിയേനെ. അങ്ങനെ തിരിച്ചു പോകാനാണോ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? നീ ഞാൻ പറയുന്ന പോലെ ചെയ്യും, അവന് നിനക്ക് എന്നെ കിട്ടും. സുമതി പറഞ്ഞു. പ്രിയ എന്താണെന്നുള്ള ഭാവത്തിൽ അവരെ നോക്കി. ആദ്യം നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരാം. അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയണം. ബാക്കി ഞാൻ നോക്കിക്കോളാം, നീ വാ. സുമതി അതും പറഞ്ഞ് പ്രിയയും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി. ഇതേ സമയം ഹോസ്പിറ്റലിൽ ആനന്ദിന് ഡ്രസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയായിരുന്നു ലച്ചു. ആനന്ദ കണ്ട് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവന് നോട്ടം കണ്ടതും അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പരവേശത്തിലായിരുന്നു. എന്തു പറ്റി നിനക്ക്? നിന്റെ കൈയൊക്കെ ഉറക്കുന്നുണ്ടല്ലോ. ഇന്നലെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ, ഇന്ന് എന്തു പറ്റി? ഒന്നുമില്ല ഏട്ടാ. ലച്ചു പെട്ടെന്ന് ഡ്രസ്സ് മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അവന് നോട്ടം നീട്ടാനാവാതെ പതറുകയായിരുന്നു അവൾ. നിനക്കെന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവന്റെ ചോദ്യം കേട്ടതും തന്റെ ഉള്ളിലുള്ള തുറന്നു പറയണമെന്ന് തോന്നിയെങ്കിലും അവൾ സ്വയം വിലക്കി. ഏയ് ഒന്നുമില്ല. അവൾ അവന്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റിയതും അവന് നോക്കാൻ കഴിയാതെ ഒരു ടവൽ എടുത്ത് നനച്ച് അവന്റെ ദേഹം തുടച്ചു കൊടുത്തു. അവളുടെ മുഖത്തെ ഭാവങ്ങൾ ആസ്വദിക്കായിരുന്നു അവൻ ആ നേരം. അവൾ തുടക്കുന്ന കണ്ടതും അവനവളുടെ കയ്യിൽ പിടിച്ച് കുസൃതിയോടെ വലിച്ചതും ലച്ചു പെട്ടെന്ന് അവന്റെ ദേഹത്തേക്ക് വീഴാൻ പോയതും അവൾ കൈകൊണ്ട് പെട്ടെന്ന് തടഞ്ഞു. അവന്റെ കണ്ണിലേക്ക് നോക്കും തോറും സ്വയം മനസ്സ് പിടിവിട്ടു പോവുകയാണെന്ന് മനസ്സിലായതും ലച്ചു ദേഷ്യത്തിൽ അവർ നോക്കിക്കൊണ്ട് നോട്ടം മാറ്റി. തിരിച്ചൊന്ന് പ്രതികരിക്കാൻ പോലും അവിടെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. കയ്യിൽ കിട്ടിയ തുണി അവന്റെ ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് മറ്റൊരു ഡ്രസ്സ് എടുക്കാൻ തിരിഞ്ഞതും ആനന്ദ് കുസൃതിയോട് ആ ടവലെടുത്ത് മാറ്റി. ലച്ചു തിരിഞ്ഞതും നഗ്നമായ അവന്റെ നെഞ്ചു കണ്ട അവൾ അവനൊന്ന് തുറച്ചു നോക്കി. അവന്റെ കുറുമ്പുകൾ അവൾ ആസ്വദിക്കുകയായിരുന്നു. അപ്പോൾ എന്തിനാ മസിലും കാണിച്ചിരിക്കുന്നേ? ഇവിടെ ആരെങ്കിലും കാണാനുണ്ടോ? അത് പറഞ്ഞ് യാതൊരു കൂസലുമില്ലാതെ അവൾ അവന് ഡ്രസ്സ് ചെയ്ത് കൊടുത്തു. വെറുതെ ആശിച്ചു. എന്ത്? ഏയ് ഒന്നുമില്ല. എന്നാ കിടന്നു, ഞാനിപ്പോ വരാം. അതും പറഞ്ഞ് അവൾ പോവാൻ പോയതും ആനന്ദ് അവളെ കയ്യിൽ പിടിച്ച് നിർത്തി.
നീ എന്തിനാ ലച്ചു നാഴികക്ക് നാപ്പോട്ടം പുറത്തേക്ക് വന്ന്? അവിടെ നിന്റെ ആരെങ്കിലും വന്നിരിപ്പുണ്ടോ? ആ ഉണ്ട്, എനിക്ക് പറ്റിയൊരു ചെക്കൻ പുറത്തു വന്നിരിപ്പുണ്ട്. കാണാൻ പോകുന്ന ഏതെങ്കിലും കുഴപ്പമുണ്ടോ? നിന്നെ സ്നേഹിക്കാൻ ഞാനിവിടെ ഉള്ളപ്പോ നീ എന്തിനാടി വേറെ ആളെ നോക്കുന്നത്? അതിന് എനിക്ക് കൂടി തോന്നണ്ടേ? മര്യാദയുള്ള ആളുകൾ ഇങ്ങനെയല്ല. ഒരു പെൺകുട്ടിക്കുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ കാണിക്കോ? അവൾ പറഞ്ഞു. അത് തനിക്കുള്ള കുത്താണെന്ന് അവന് മനസ്സിലായി. അത് കേട്ടത് അവൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ആരെങ്കിലും അല്ലല്ലോ ഞാൻ കാണിച്ച്, നിന്നെയല്ലേ. എന്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു നീ എന്റെ ആണെന്ന് അവൻ പറഞ്ഞു. അവളുടെ മനസ്സിലത് കേട്ട് സന്തോഷം തോന്നി. അങ്ങനെ ഉറപ്പിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. വെറുതെ ആവശ്യമില്ലാതെ ചിന്തിക്കണ്ട, ഞാൻ പോവാ. എന്റെ സംശയം നിന്റെ കൺട്രോൾ പോകുന്നുണ്ടോന്നാ അവൻ ചോദിച്ചു. അവൾ ആ ചോദ്യം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ലച്ചു മിന്നീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. എനിക്കെന്തിനു കൺട്രോൾ വേണം? എനിക്കതിന് ഏട്ടന് ഇഷ്ടമല്ലല്ലോ. അലയത്തിന് പോവാൻ കണ്ടൊരു ബോഡി. അവൾ പറഞ്ഞു. അവൻ ദയനീയമായി സ്വന്തം ദേഹത്തേക്ക് നോക്കി. അത് കണ്ടതും അവൻ കാണാതെ അവൾ ചിരിച്ചു. ലച്ചു പുറത്തേക്ക് പോകുന്ന കണ്ടതും അവൻ അവളെ എത്തി നോക്കി. ഇവളിനി വേറെ ആരെങ്കിലും നോക്കാൻ പോകുന്നതാണോ? അപ്പൊ എന്നോട് ഇഷ്ടമൊന്നുമില്ല ഇവളില്? കാല് വയ്യ, ഇല്ലായിരുന്നു ഈ പിറകെ ചെല്ലായിരുന്നു. സ്വയം ആലോചിച്ചുകൊണ്ട് അവൻ അവിടെ കിടന്നു. ലച്ചു അവനുള്ള ചായയുമായി തിരിച്ചു വന്നു. റൂമിൽ രണ്ടുപേരെ കണ്ടു നിന്നു. പ്രിയയും സുമതിയെയും കണ്ട് അവൾ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. സുമതി അവളെ പൂച്ചത്തോടെ നോക്കി. ആനന്ദ് ദയനീയമായും. നീ എവിടെ പോയെന്ന് ലച്ചു? ഞാൻ ഏട്ടന് ചായ വാങ്ങി ക്യാൻറ്റീനിൽ പോയതാ. നിനക്ക് ഇവനിവിടെ സുഖാണല്ലോ അല്ലേ? ആരുമില്ലാത്തോണ്ട് രണ്ടിനും എന്തോ ആവാലോ. ആള് മൊത്തത്തിലൊന്ന് ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് സുമതി ചോദിച്ചു. ആന്റി എന്നെ കാണാമെന്നാണെങ്കിൽ എന്നെ കണ്ടിട്ട് പോവാം, അല്ലാതെ അവളെ മേൽ നിങ്ങളുടെ സ്വഭാവം എടുക്കാനാണെങ്കിൽ നിങ്ങൾ വിവരം അറിയും. പ്രിയ, നീ നിന്റെ അമ്മയും കൊണ്ട് പോകാൻ നോക്ക്. ആൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇവൾ നിന്റെ ആരാടെ എത്രക്ക് നോവാൻ? ഒരു ഹോം നേഴ്സിന്റെ പരിഗണന പോലും ഇവൾക്ക് ഞങ്ങൾ കൊടുക്കില്ല. ഇവളെ നിന്റെ കാര്യങ്ങൾ നോക്കാൻ നിർത്തിയ ജോലിക്കാരിയാ. അത് മതി ഇവളുടെ സ്ഥാനം. അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഇവളുടെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നിങ്ങളെപ്പോലുള്ളവരോട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏട്ടാ. അവന്റെ സംസാരം കേട്ടതും ലച്ചു അവനെ കണ്ണു നിറച്ചുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഓ, നിന്റെ ഒറ്റ വിളിയിൽ അമ്മ വായടച്ചല്ലോ. എന്ത് കാണിച്ചാടി നീ ഇവനെ മയക്കിരിക്കുന്നു? കഷ്ടം. വീട്ടുകാരെ വേണ്ടാതെ ഇറങ്ങിപ്പോന്നിട്ട് ബാക്കിയുള്ളവരുടെ സമാധാനം കളയാൻ എന്തിനാടി നീ ഇവന്റെ വണ്ടിക്കുമ്പിൽ വന്ന് ചാടിയത്? അതോ ഇനി ആരെങ്കിലും നിന്നെ കൊണ്ട് ഉപേക്ഷിച്ചതാണോ? ഒരുത്തം പോയപ്പോ ഇവനെ പിടിച്ചതാണോ? സുമതിയുടെ സംസാരം കേട്ടതും ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടത് ആനന്ദ് ദേഷ്യം കൊണ്ട് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേറ്റു. നന്ദു വേണ്ട, ദേഹനക്കണ്ട. പ്രിയ അവനെ പിടിക്കാൻ ആഞ്ഞോട് പറഞ്ഞതും അവൻ അവളെ കത്തുന്ന നോട്ടം നോക്കിയതും അവൾ ആ കൈപ്പിൻ വലിച്ചു. അവന്റെ ഭാവം കണ്ട് സുമതി ബെഡിൽ നിന്ന് പേടിച്ച് ചാടിയിരുന്നിട്ട് പുറകിലേക്ക് നീങ്ങി. എന്നെ തൊട്ടുപോരുത് നീ. ഇനി ഒരക്ഷരം നിങ്ങൾ മിണ്ടിയ എന്റെ താനി സ്വഭാവം നിങ്ങൾ കാണും. ആദ്യം സ്വന്തം മകളെ പറഞ്ഞു തിരുത്താൻ നോക്ക്. സ്വന്തം മകൾക്ക് നല്ല പറഞ്ഞു കൊടുക്കേണ്ട ഒരു നേരം ഇവളിങ്ങനെ വളർത്തിയ നിങ്ങൾക്ക് എന്ത് അവകാശ ലച്ചുവിനെ പറയാൻ? ചത്തെന്ന് കരുതി തിരിഞ്ഞോക്കാത്ത നിങ്ങളൊക്കെ കാണുന്ന കലിയ കാവ്യക്കാര്യം മാത്രം ഞാൻ സഹിക്കുന്നത്. ഒരു കാര്യം ഞാൻ അവസാനമായി പറഞ്ഞേക്കാം. അതും പറഞ്ഞവൻ ലച്ചുവിനെ പിടിച്ചവന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി. അതുകൊണ്ട് പ്രിയയും സുമതിയും ഞെട്ടി പരസ്പരം നോക്കി. നിങ്ങൾ ബാക്കിയുള്ളവരോട് കാണിക്കുന്ന പോലെ ഇവളെ എന്റെ വീട്ടുകാരെ വേദനിപ്പിക്കാൻ നോക്കിയാ പ്രായവും ബന്ധമൊക്കെ ഞാനങ്ങ് മറക്കും. ഞാൻ സ്നേഹിക്കുന്ന അവള്. ഇനി നിങ്ങളെ വൃത്തിയായിട്ട് നാവുകൊണ്ട് ഇവിടെ എന്തെങ്കിലും പറഞ്ഞാ വിവരം അറിയും. ഇറങ്ങി പോവണത് പോവാൻ. അമ്മയ്ക്കിത് എന്തിന്റെ കേടായിരുന്നു? ഞാൻ പറഞ്ഞല്ലേ അവ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയുന്നവന് സഹിക്കില്ലെന്ന്. അമ്മ കാരണം എല്ലാം വീണ്ടും ഇങ്ങനെ ആയത്. സത്യത്തിൽ വീണ്ടും എനിക്ക് മുമ്പിൽ തടസ്സം ഉണ്ടാക്കുന്ന അമ്മയാ. പ്രിയ അതും പറഞ്ഞ് അവരെ നോക്കിയതും അവരുടെ നേർക്ക് നടന്നു വരുന്ന ലച്ചുവിനെ കണ്ട് പ്രിയ അവിടെ അടുത്തേക്ക് ചെന്നു. അത് കണ്ടും സുമതി തിരിഞ്ഞു നോക്കി. ലച്ചു, ഐ ആം സോറി. അമ്മ പറഞ്ഞ് ഞാൻ നിന്നോട് മാപ്പി ചോദിക്കുന്നു. എനിക്ക് സംസാരിക്കണം നിന്നോടുള്ള പ്രിയ, നിന്റെ അമ്മയോടാ. ലച്ചു അതും പറഞ്ഞ് സുമതിയുടെ നേർക്ക് വന്നിരുന്നു. അവരവളെ ദേഷ്യത്തിൽ നിന്നുകൊണ്ട് മുഖം തിരിച്ചു. അത് കണ്ടു ലച്ചു അവരുടെ മുഖത്തേക്ക് വിരഞ്ഞൊടിച്ചു. ദേഷ്യവും പുച്ഛവും നിറഞ്ഞ ചിരിയും കൂടി കലർന്ന അവരുടെ ഭാവം കണ്ട് അവർ സംശയത്തോടെ നോക്കി. നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞതിന് തിരിച്ച് മറുപടി പറയാൻ അറിയാനിട്ടല്ല ഞാൻ മിണ്ടാൻ നിന്ന്. നിങ്ങളുടെ പ്രായത്തോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ്. എന്നാൽ ഇപ്പൊ തോന്നുന്നു അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ലാന്ന്. നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞു കേട്ട് മിണ്ടാകുന്നത് അതുകൊണ്ടാണ്. എന്നെ വളർത്തിയത് അന്തസ്സുള്ള അച്ഛനും അമ്മയാ. അതുകൊണ്ട് എന്റെ നിലയ്ക്ക് ചേരാത്തൊന്നും ഞാൻ ഇതുവരെയും ചെയ്തിട്ടുമില്ല. ഞാൻ പുറത്തുനിന്നുള്ള ആള് തന്നെയാ. എന്നിരുത്തി എന്റെ മേലെ എന്തോ ആരോപിക്കാമെന്നും വിളിച്ചു പറയാമെന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഏട്ടൻ പറഞ്ഞ് കേട്ടല്ലോ പ്രിയേ, ആ പറഞ്ഞ നേര് തന്നെയാ. ഇനി അമ്മയും മോളും മനക്കോട്ട് കെട്ടി പുറകെ നടക്കണമെന്നില്ല. ഇനി ഏട്ടനെ ആരെങ്കിലും വേദനിപ്പിച്ചാ ഏട്ടൻ ബാക്കി വെച്ച് ഞാൻ പൂർത്തിയാക്കും. ലച്ചു പറഞ്ഞു കേട്ട് സുമതി അവിടെ മാറ്റം കണ്ട് നല്ലപോലെ ഞെട്ടി. ലച്ചു, ഞാൻ നിന്റെ മേലൊന്നും ആരോപിച്ചിട്ടില്ല. അമ്മയുള്ള ദേഷ്യം എന്നോട് കാണിക്കരുത് പ്ലീസ്. ഒരു വട്ടം കൂടി നിന്റെ സഹായം എനിക്ക് വേണം. പറ്റില്ലെന്ന് പറയരുത് നന്ദു, അവനെനിക്ക് വേണം. പ്രിയ പറഞ്ഞു ലച്ചു അവളെ ദേഷ്യത്തിൽ നോക്കി. ലച്ചു അല്ല, നക്ഷത്ര. ഇനി നീ എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. ഇത്രയും നാൾ നിന്നെ ഞാൻ കണ്ടത് ആരെയും കാവ്യയും പോലെയാ. നിന്റെ അമ്മ അത്രയും പറഞ്ഞപ്പോൾ മൗനം കൊണ്ട് നീയും നിന്റെ അമ്മയ്ക്കൊപ്പം നിന്ന് എന്റെ മാനത്തെ അപമാനിക്കാൻ നോക്കി. അത് ക്ഷമിക്കാൻ എനിക്കാവില്ല പ്രിയ. നിനക്കൊപ്പം നിന്ന് നിന്നെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ പോലും എന്റെ മനസ്സാക്ഷി നിന്നെ പൂർണ്ണമായിട്ടും അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പൊ നീ പറഞ്ഞ് ഇനി ഒരിക്കലും എനിക്ക് സാധിച്ചു തരാൻ കഴിയാത്ത ഒന്നാ. ഇനി നീയോ നിന്റെ അമ്മയെ ഏട്ടനെ വേദനിപ്പിക്കാൻ ഇറങ്ങിയാ ഞാൻ വെറുതെ ഇരിക്കില്ല. ലച്ചു, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. വേണ്ട, ഇനിയും പറഞ്ഞ് നീ ബുദ്ധിമുട്ടണ്ട. നിന്റെ തോൽവി ഇതേ ഇവരാ. അമ്മ എന്ന ദൈവമാണ്.
പക്ഷെ നിങ്ങൾ ഒരിക്കലും ആ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല. പ്രിയ, നിനക്ക് നല്ലൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പഠിക്കുക. ഇല്ലെങ്കിൽ നിനക്ക് തന്നെയാവും നഷ്ടം. നീ എന്നോട് പറഞ്ഞ നിന്റെ പ്രണയം ഞാൻ കണ്ടു, അതിൻ്റെ ആഴവും. അതുകൊണ്ട് ഇനിമേലെ ഏട്ടൻ്റെ പിറകെ നീ വരരുത്. എന്തെങ്കിലും നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അന്ന് നിനക്ക് എന്നെ ലച്ചു എന്ന് വിളിക്കാം. എന്നെ സ്നേഹിക്കുന്നവർ മാത്രം അങ്ങനെ വിളിക്കുന്ന കേൾക്കാനാ എനിക്കിഷ്ടം. അത്രയും പറഞ്ഞ് അവരെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് ലച്ചു തിരിച്ചുപോയി. അവൾ പോയതും പ്രിയ അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ തേടുകയായിരുന്നു. ഇവൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറിയല്ലോ, അത്ഭുതമില്ല. ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അവളും കൂടി ചേർന്നാ നിന്നെ ചതിക്കുന്നതെന്ന്. അമ്മ മിണ്ടി പോരുതിനി. അമ്മ ഇതിനെല്ലാം കാരണം. എന്റെ ജീവിതം നശിക്കാനും എന്റെ സ്വപ്നം തകരാനൊക്കെ കാരണം അമ്മ ഒരാളാ. കൂടെ എന്നവർ ഓരോരുത്തരുടെ എന്നെ കൈയൊഴിഞ്ഞ അമ്മ കാരനാ. ഇത്രയും നാൾ അമ്മയുടെ വാക്ക് ഞാൻ കേട്ടിട്ടുള്ളൂ. അത് തന്നെയാ ഇതിനെല്ലാം കാരണം. ഇനി എനിക്ക് അമ്മയുടെ സഹായം വേണ്ട, എന്റെ പിറകെ വരികയും വേണ്ട. ഞാൻ തിരിച്ച് കാവ്യയുടെ അടുത്തേക്ക് പോവാ. എന്നെ തേടി അമ്മ അങ്ങോട്ട് വരരുത് പ്ലീസ്. ഇത്രയും അമ്മ ചെയ്തതിന് നന്ദി. എല്ലാവരും ആവർത്തിച്ച് എന്നോട് പറഞ്ഞ സ്വന്തമായിട്ടൊരു തീരുമാനമില്ലാത്തോളാം ഞാനെന്ന്. ശരിയാ, അമ്മ കാരണം ഇന്നേവരെ സ്വന്തമായിട്ട് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും എനിക്ക് ആയിട്ടില്ല. അസൂയയും വാശിയും എൻ്റെ ഉള്ളിൽ നിറച്ച് എല്ലാവരും എന്നെ വെറുക്കാൻ കാരണം അമ്മയാ. ഇനി അമ്മയുടെ ഉപദേശം എനിക്ക് വേണ്ട. എൻ്റെ ശരികൾക്കൊപ്പം ചിന്തിക്കാൻ തുടങ്ങി ഞാൻ. നല്ലൊരു മനസ്സോടെ അവിടേക്ക് ഞങ്ങളെ കാണാൻ അമ്മയ്ക്ക് വരാം. ഇനി എൻ്റെ ജീവിതത്തിലോ കാവ്യയുടെ ജീവിതത്തിലോ അമ്മ കൈകടത്തരുത് പ്ലീസ്. ഇത്രയും നാൾ വേദനിച്ചിട്ടേ ഉള്ളൂ ഞാൻ. ഓരോ പ്രതീക്ഷകളും എന്നെ പുതിയ ഓരോ സ്വപ്നം കാണിച്ചിട്ട് വേദനയിലേക്ക് തള്ളിയിട്ടിട്ടേ ഉള്ളൂ. ഇനിയെങ്കിലും എൻ്റെ തീരുമാനങ്ങൾക്കൊപ്പം എനിക്ക് ജീവിക്കണം. ഞാൻ ആൻറ്റിയുടെ അടുത്തേക്കാണ് പോകുന്നത്. വേദനയാണെങ്കിലും എനിക്കവിടെ സമാധാനം ഉണ്ടാവും. പ്രിയ കരഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞു പോയതും സുമതി അത് കേട്ട് ഒന്നും പറയാനാവാതെ നിന്നു. എൻ്റെ 2 മക്കളെ എന്നിൽ നിന്ന് അകറ്റിയിട്ട് ആരും സന്തോഷമായിട്ട് ഇരിക്കാന്ന് കരുതണ്ട, ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് സുമതി അവിടെ നിന്ന് ഇറങ്ങി. നിന്റെ ഈ വരവ് ഒരു നല്ല തിരിച്ചറിവോടെയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പ്രിയേ. എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങിയത് ഇപ്പോഴൊന്നുമില്ലല്ലോ. വീട്ടിലേക്ക് തിരിച്ചു വന്ന പ്രിയയെ നോക്കി ആര്യ പറഞ്ഞു. ആര്യെ, മിണ്ടാണ്ടിരിക്കേ. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ഇവളെ നമുക്ക് തള്ളാൻ കഴിയില്ലല്ലോ. പുതിയൊരു ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തയ്യാറായി നല്ലൊരു മനസ്സോടെ ആ മോള് വന്നെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. അമ്മ പ്രിയയെ നോക്കി പറഞ്ഞു. അവളുടെ മുഖം വിവരണമായി. അത് കണ്ടതും ആര്യ അവളെ പൂച്ഛിച്ചുകൊണ്ട് നോക്കി. ആന്റിയുടെ അടുത്തുനിന്ന് വന്നു എന്നെഴുതി ഇവളുടെ മനസ്സിലെ എല്ലാ ആഗ്രഹവും എന്നേക്കായിട്ട് ഉപേക്ഷിച്ചാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര്യ പ്ലീസ്, അവള് വെറുതെ വിട്. കാവ്യവളെ നോക്കി ചൂണ്ടനക്കൊണ്ട് പറഞ്ഞു. അത് കണ്ടത് അവൾ മുഖം തിരിച്ചു. മോളകത്തേക്ക് വാ, അകത്തിരുന്ന് സംസാരിക്കാം. അച്ഛൻ അതും പറഞ്ഞ ഉള്ളിലേക്ക് നടന്നു. എല്ലാവരെയും നോക്കിക്കൊണ്ട് അവൾ അച്ഛനെ പിന്തുടർന്ന് ഉള്ളിലേക്ക് നടന്നു. എല്ലാവരും ഓരോ സ്ഥലങ്ങളിലായിരുന്നു. അച്ഛൻ ആലോചനയോടെ പ്രിയയെ നോക്കി. നിന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദുണ്ടല്ലോ മോളെ? അച്ഛൻ ചോദിച്ചു. അവൾ പ്രതീക്ഷയോടെ അച്ഛനെ നോക്കി തലകുലുക്കി. അത് കണ്ടതും അച്ഛൻ ദീർഘമായി ഒന്ന് വിശ്വസിച്ചു. എത്ര തൂത്താലും വായിച്ചാലും മാറാത്ത ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്. അത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള സ്നേഹം തന്നെയാ. പക്ഷെ ആ സ്നേഹം തന്നെ മറ്റൊരാളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അതിനെ ഒരിക്കലും ശരിയായി കാണാൻ നമുക്കാവില്ല. അച്ഛനമ്മമാരുടെ മനസ്സിൽ എന്നും സ്വന്തം മക്കൾ സന്തോഷമായി ജീവിക്കണമെന്നൊരാഗ്രഹം ഉണ്ടാവും. പക്ഷേ സ്നേഹം പിടിച്ചു വാങ്ങാനോ നിർബന്ധിച്ച് സ്നേഹിപ്പിക്കാനോ നമുക്കാവില്ല. മോളുടെ മനസ്സിൽ നന്ദുവിനോട് തോന്നിയൊരു ഇഷ്ടം അത് നിന്റെ അമ്മ നിന്നെ അടിച്ചേൽപ്പിച്ചുണ്ടായതാ. അത് മോൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കണം. നാളൊരു പക്ഷേ നന്ദു ലച്ചു ഒന്നായാൽ മോൾക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് ഇപ്പോഴേ മനസ്സിനെ പറഞ്ഞ് നല്ലൊരു തീരുമാനം എടുപ്പിക്കണം. ആരെയും വേദനിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാനാവില്ല. അങ്ങനെ ജീവിച്ചവരാരും ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. മോള് നന്നായിട്ടൊന്ന് ആലോചിക്കുക. ഞങ്ങളെല്ലാം നിന്റെ കൂടെയുണ്ട്, ഒറ്റക്കാണെന്ന് കരുതണ്ട. അച്ഛൻ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. പ്രിയ കണ്ണു നിറച്ചുകൊണ്ട് തലയാട്ടി. അച്ഛൻ പോയതും പ്രിയ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചു. ആൻറ്റി, ഞാനൊന്ന് നന്ദുവിൻ്റെ മുറി കയറിക്കോട്ടെ കുറച്ചു നേരം? അത് വേണ്ട, ഏട്ടൻ്റെ റൂമിൽ ഏട്ടന് ഇഷ്ടമില്ലാത്തൊരു കയറുന്ന ഏട്ടന് ഇഷ്ടമല്ല. ആര്യ പറഞ്ഞു. അമ്മ അവളെ കണ്ണുകൊണ്ട് വിലക്കി. മോള് കയറിക്കോ. അമ്മ പറഞ്ഞു. പ്രിയ കണ്ണു തുടച്ചുകൊണ്ട് അവൻ്റെ മുറിയിലേക്ക് പോയി. അമ്മ ഇതെന്തീ കാണിക്കുന്നത്? ഏട്ടൻ ഇതൊന്നും ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? വീണ്ടും അവളെ ഏട്ടനിലേക്ക് അടുപ്പിക്കാനാണോ? അവളുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ടടി. എല്ലാം കൊണ്ടും നമ്മൾ കൂടി അവളെ വേദനിപ്പിച്ച ബാക്കിയുള്ളവരായിട്ട് എന്താ വ്യത്യാസം? അവൾ അവൻ്റെ റൂമിൽ കയറിയെന്നും പറഞ്ഞ് നന്ദുവിൻ്റെ മനസ്സ് മാറാനൊന്നും പോണില്ല. അവിടെ ആൾക്കൊരു സമാധാനം കിട്ടിയെങ്കിൽ ഇരുന്നോട്ടെ, നീ ഇനി വഴക്കിനൊന്നും പോകണ്ട. അമ്മ ആര്യ നോയി പറഞ്ഞുകൊണ്ട് കാവ്യ നോയി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. എന്നാൽ എനിക്കിഷ്ടമല്ല ഇതൊന്നും. എൻ്റെ അടുത്തായിട്ട് ഞാൻ ലച്ചുവെച്ചിയെ കണ്ടുപോയി. ഇനി എന്ത് സംഭവിച്ചാലും അവിടേക്ക് ഇനി ആരെയും മാറ്റിക്കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ സമാധാനിക്കേ. കാവ്യ പറഞ്ഞു. ആര്യൊന്ന് മൂളിക്കൊണ്ട് ആനന്ദിന്റെ മുറിയിലേക്ക് നോക്കി. പ്രിയ ആനന്ദിന്റെ റൂമിലേക്ക് കയറിയതും ഡോറകത്തുനിന്ന് ലോക്ക് ചെയ്തു. ചുമരിൽ അവന്റെ ഫോട്ടോസ് കണ്ടതും അവൾ അതിലേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനാ നന്ദു നീ എന്നെ അകറ്റുന്നു? അർഹതയില്ലാത്താണ് ഞാൻ ആഗ്രഹിച്ചു പോയത്. അവന്റെ ഫോട്ടോയിലേക്ക് നോക്കി അവൾ ചോദിച്ചു. അവന്റെ സാമീപ്യം അവിടെയെല്ലാം നിറയുന്ന പോലെ അവൾക്ക് തോന്നി. കഴിയുന്നില്ല നന്ദു, എനിക്ക് നിന്നെ വിട്ട് മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ. പക്ഷെ ഞാൻ കാരണം ഇന്ന് എല്ലാവരും വേദനിക്കുക. നീ പോലും എന്നെ വെറുത്തു. ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ നോക്കിയിട്ടില്ല ഇതുവരെയും. സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നത് നിന്നെ ഞാൻ മറക്കാൻ വേണ്ടിയാ. ഞാൻ കാരണം ഇനി ആരും വേദനിക്കേണ്ട. നിന്റെ ജീവിതത്തിലൊരു ശല്യമായിട്ട് ഞാൻ ഇനി വരില്ല.
നിനക്ക് ചേരുന്നവൾ ലച്ചു തന്നെയാ, എനിക്കത് മനസ്സിലായി. പ്രിയ കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവൻ്റെ ബെഡിലേക്ക് ഇരുന്നു. ഇവിടെയല്ലേ നീ എപ്പോഴും കിടക്കാറ്? ഇതേ സ്ഥലത്ത് നിന്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഒരു സ്വപ്നമായി മാറി. നിന്നെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ ലച്ചുവിന, അവൾ ഭാഗ്യവതിയാ. അവൾ ബെഡിൽ തലവെച്ച് കിടന്നുകൊണ്ട് സ്വയം പറഞ്ഞു. അല്പനേരം അവിടെ തന്നെ കിടന്നു. അവൾ ഷെൽഫിലേക്ക് ആൽബം കണ്ടതും അതെടുത്തു നോക്കി. കുഞ്ഞുനാൾ മുതൽ സന്തോഷത്തോടെ എല്ലാവരും ചേർന്നെടുത്ത ഫോട്ടോസ് കണ്ടതും അവളുടെ ഉള്ളം വല്ലാതെ പിടക്കാൻ തുടങ്ങി. എൻ്റെ ആഗ്രഹം എല്ലാവരും അറിഞ്ഞപ്പോൾ മുതൽക്കാണ് എല്ലാവരും തമ്മിൽ പരസ്പരം അകലാൻ തുടങ്ങിയത്. ഞാൻ കാരണമാകുന്നവരെ ഞാൻ തന്നെ ഒന്നിപ്പിക്കും. അമ്മയും അനിയും സന്തോഷമായിട്ട് ഒന്നിക്കുന്ന എനിക്ക് കാണണം. ആൽബത്തിലെ അമ്മയും സുമതിയും ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി അവൾ പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.